ലോകത്ത് ഈ ഷെയർ മുബാറക്കിന്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഷെയർ മുബാറക്ക് കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ നാട്ടിലാണ്. മുസ്തഫ കമാൽ എന്ന് പറഞ്ഞാൽ തുർക്കിയും അടക്കം. ഇന്ന് തുർക്കിയുടെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും ചരിത്രം വായിക്കുന്ന മുഴുവൻ ആളുകൾക്കും പത്രം വായിക്കുന്ന ആളുകൾക്കും അറിയാം. പർദ്ദയിട്ട് നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ രാജ്യത്തെ ഇസ്ലാമിക സംസ്കാരം തൂത്തെറിയപ്പെട്ടു. ആ രീതിയിൽ തുടർത്തി നീക്കപ്പെട്ടു. ഇതിന്റെ ആള് മുസ്തഫ കമാലാണ്. എല്ലാ പരിഷ്കരണവും ദീനിൽ വരുത്തിയ ആള്. അയാൾക്ക് മഹത്വമുണ്ടോ? തുർക്കിയിൽ മുടിയുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാൾ ദീനദീൻ എന്ന് ഞാൻ പറഞ്ഞപ്പോ അത് തുർക്കിയിലാണ് ഏറ്റവും അധികം മുടി എന്ന് ഓരോന്നും നോക്കി മറുപടി പറയാൻ കാത്തു നിൽക്കുന്ന ചില ആളുകൾ, ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞു, അതൊന്ന് തുർക്കിയിലാണ്. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് നേരെ പറയാം. ഞാൻ ചോദിക്കുന്നത് അത് ഏത് കിതാബിലാണ് ഉള്ളത്? അതിനെന്താ സനദ്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സനദ് എന്താണ്? ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി. 35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിനുണ്ട്. ഞാൻ ചോദിക്കുന്നത് തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ പറഞ്ഞല്ലോ ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സനദ് വായിക്കും. സനദ് വായിക്കുക. 2 മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല. വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, കുസ്തന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചോ. 34 മുടി. അല്ലാസാറുൻ നബവിയ അഹമ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു കഴിയാന്ന് പിന്നെ ചോദിക്കണ്ട, ഇപ്പൊ തന്നെ പറഞ്ഞു. എന്റെ മുസ്ലിയാരെ, ഇമ്മാതിരി പൊട്ടപ്പോയത്തോ ഇനിയെങ്കിലും പറയണം. മൊയ്ലാന്മാരെ പറയിക്കുന്നത് ഞാൻ വിചാരിച്ചത്, ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നുള്ളൊരു മതിപ്പെനക്ക് ഉണ്ടായിരുന്നു. ഈ കുസ്തുന്തീനിയാന്ന് പറഞ്ഞത് തുർക്കിയാണ്. ഒരാൾ പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക, അതിന്റെ ക്ലിപ്പിടുക, എന്നിട്ട് പറയാ ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാന്ന്? ആരാ പറഞ്ഞേ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന കുസ്തുന്തീനിയ തുർക്കിയിലാണ്. അത് എനക്ക് മറുപടിയല്ല, എനിക്ക് അനുകൂല. സമ്മതിച്ചു ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് സമ്മതിച്ചു. അല്ലെങ്കിൽ ഇത് സനദിന്റെ ഈ പറയുന്ന പ്രധാന കാര്യത്തിന് ബന്ധിച്ച കാര്യമല്ല. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനെ ഗണ്ണിക്കാൻ ശ്രമിച്ചു. എന്നാ അതുകൊണ്ടും തീർന്നില്ല. എത്രയാ പറഞ്ഞേ? 34. ആദ്യം 35 പറഞ്ഞു, പിന്നെ 34 പറഞ്ഞു. തിരുത്തിക്കോ, 35 തിരുത്തിക്കോ, 34 തിരുത്തിക്കോ. രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ കിതാബിലുള്ളത്. സലാസം 40 ഷഹറത്തൻ എന്നാണ്. സലാസം 40 എന്ന് പറഞ്ഞാൽ 34 അല്ല മൊയിലാറേ, 43 അപ്പൊ തലക്കുന്നേ തുടങ്ങിക്കോ. 1ാം ക്ലാസ് മുതൽ വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഹംസ, സിത്ത, സബ, അങ്ങനെ അങ്ങ് 100 വരെ എണ്ണി പഠിക്കുക. എന്നിട്ട് പോരെ എന്നെയും ബഹാവത്തിയും പോലെ അറബി പഠിപ്പിക്കുന്നത്? പോരെ? അതുപോലെ സലാസം 40 ആരെ പഠിച്ചെന്നറിയോ? ഈ കിതാബ് അത് ഒന്ന് അദബ് കേട്. ആ അദബ് കേടിന്റെ കൂടെ മുഹമ്മദുൽ ഖാമിസ് ഖാമിസിന്റെ അടുത്ത്, മുഹമ്മദ് ഖാമിസ് മുഹമ്മദ് 5 എന്നല്ല, അത് കഴിഞ്ഞിട്ട് മുഹമ്മദുൽ ഖാമിസിന്റെ അടുത്ത് സലാസം 40 ഷഹറത്തൻ മഹ്ഫൂദത്തൻ മഅൽ അമാനത്തിൽ മുബാറക എന്ന് പറയുന്നുണ്ട്. ഈ സലാസം 40 ഹാമിസും സലാസും കൂടി ഒന്നിച്ച് കണ്ടപ്പോൾ മൂപ്പര് വിചാരിച്ചു അൽ ഹാമിസ് പറഞ്ഞ വേറെയാണ്, സലാസം 40 വേറെയാണ്. അൽ ഹാമിസും മനസ്സിലായിട്ടില്ല, സലാസത്തും മനസ്സിലായിട്ടില്ല, അർബഈനും മനസ്സിലായിട്ടില്ല.